പിശാചിൻ്റെ പരിപാടി നമ്മൾ ചലിക്കരുതെന്ന്, നമ്മൾ നിരാശരായിരിക്കണം, നമ്മൾ സന്തോഷിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ സ്തോത്രം ഒരു വിധത്തിലും നമ്മുടെ തല ഉയരരുത്. ഇതാ പിശാചിൻ്റെ പദ്ധതി. അവൻ അറപ്പാനും മുടിപ്പാനും വരുന്നെന്നായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകുവാനോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ജീവൻ പല വിധത്തിലുണ്ട്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ചെന്നാൽ അവിടെയും സ്തോത്രം ജീവൻ കൊടുക്കും. വെന്റിലേറ്റർ അല്ലെങ്കിൽ പോലും കിടക്കുന്നുണ്ട്. എന്നാലേ നിങ്ങൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ചെന്ന് നോക്കണം, അതും ജീവനല്ലേ? തമ്മിൽ വ്യത്യാസം കണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ ജീവന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് ജീവനാണ് നമുക്ക് വേണ്ടിയേ? അതാ കർത്താവ് പറഞ്ഞ ജീവൻ നൽകുവാനും സ്തോത്രം സമൃദ്ധിയായി. ഇങ്ങനെ നടക്കുന്ന ആരെയെങ്കിലും പട്ടാളത്തിലെടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടാണ് അസ്ഥിയായി കിടന്നവൻ 37-ാം അധ്യായത്തിൽ ഏറ്റവും ഉണങ്ങിയ അസ്ഥിയ. അവന് ജീവൻ കൊടുത്തെന്നല്ല ദൈവം പറഞ്ഞത്, ദൈവത്തിൻ്റെ സൈന്യമായി എഴുന്നേൽപ്പിച്ചെന്ന്, പട്ടാളക്കാരനായി എഴുന്നേൽപ്പിച്ചെന്ന്, സൈന്യാധിപനായ യേശുക്രിസ്തുവിൻ്റെ ആ പടയിൽ നിന്നെ ചേർത്തെന്ന്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യത്തിൽ ഇടപെടുന്നില്ലെന്ന്. ഉപജീവന ചിന്തവനെ കുറിച്ചൊന്നും അവന് ചിന്തയില്ല. എൻ്റെ ഭാര്യ എന്തേ, മക്കളെന്തേ, ഒന്നും അവന് ചിന്തയില്ല. അവൻ്റെ മുമ്പിൽ ഒന്നേ ഉള്ളൂ, ഹല്ലേലൂയ, യുദ്ധം ജയിക്കുക, യുദ്ധം ജയിക്കുക. പിശാചിനോടുള്ള യുദ്ധം ജയിക്കാൻ സൈന്യത്തെ നിന്നെ ചേർത്തിരിക്കുകയാ. ഓ, സൈന്യാധിപൻ നിന്നെ വിളിച്ചിരിക്കുകയാ. അപ്പം അതിന് നീ ഉത്സാഹം കാണിക്കണം. അതിന് ദൈവം നോക്കും. ഒരു ട്രെയിനിങ് ഒക്കെ തന്നു. എന്തിനാ? സ്തോത്രം, ഹല്ലേലൂയ. പിശാച് നോക്കുമല്ലോ ഇവനെ കൊള്ളാമോ എന്ന്. പിശാച് നോക്കുമല്ലോ, പിന്നാണോ ദൈവം? അല്ലേ? ഹല്ലേലൂയ. ദാരിയേസ് രാജാവ്, ഹല്ലേലൂയ, നിങ്ങൾ നോക്കിയേ, ചില നല്ല രാജകുടുംബത്തിലുള്ള പിള്ളേരെ കിട്ടിയിട്ട് അവർക്ക് ഭക്ഷണവും അവരെ ഭാഷയും വിദ്യയെല്ലാം പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പരിശോധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കൊള്ളാമോ ഇല്ലയോ എന്ന്. രാജഭോജനം കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് കൊള്ളാമോ എന്ന് ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വഴി ഞാൻ എടുക്കത്തുള്ളൂ. അപ്പം ദൈവസന്നിധിയെ കൊണ്ട് ഇരുത്തിയിട്ട് ദൈവം നോക്കുകയാണ്, എനിക്ക് കൊള്ളാമോ, എനിക്ക് കൊള്ളാമോ എന്ന്. അതിൻ്റെ ഉത്സാഹം നമുക്ക് ഒത്തിരി ആവശ്യമുണ്ട്. ജോലിയുടെ കാര്യമുണ്ട്, സാമ്പത്തിക വിഷയമുണ്ട്, പല വിഷയങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ വിഷയമുണ്ട്, കുടുംബ വിഷയമുണ്ട്, ശാരീരികമായ ക്ഷീണമുണ്ട്. പക്ഷെങ്കിൽ നിന്റെ സൈന്യാധിപനുണ്ടല്ലോ, അവൻ ജയിച്ചവനോ, സകലത്തെ ജയിച്ചവനോ, സകലത്തെ ജയിച്ചവനോ നിന്റെ സൈന്യാധിപൻ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ഈ മോളിൽ കൂടെ എപ്പോഴും പോയാലൊന്നും താഴത്തെ കാണത്തുമില്ല, താഴത്തെ എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല. അപ്പം എത്ര ഉയരത്തിൽ പറക്കുന്ന കരുകനാണെങ്കിലും ഒരു കോഴിക്കുഞ്ഞിനെ എടുക്കണമെങ്കിൽ ഇവിടെ വരണം, താഴെ വരണം. സ്തോത്രം. അതിനാ സ്വർഗത്തിലെ ദൈവം നമ്മൾ അത്ര തോതാളത്തിൽ കിടന്ന് നമ്മളെ എടുക്കാൻ സ്വർഗത്തിൽ ഉന്നതനുയർന്നിരിക്കുന്നവനും, ഹല്ലേലൂയ, അതിൻ്റെ മുകളിൽ വേറൊരുത്തനില്ല. അത്രമാത്രമായിരുന്നവൻ ഏറ്റവും താഴെ വന്നു. എന്തിനാ? നമ്മൾ അധമപാതാളത്തിൽ കിടക്കുന്നത് കണ്ടിട്ട്, നാം ദുഷ്ടന്റെ കയ്യിൽ കിടക്കുന്ന കണ്ടിട്ട് നമ്മളെ കോരിയെടുക്കുവാൻ അവന്റെ പദവിയെല്ലാം വിട്ടെന്ന്, അവന്റെ സ്ഥാനമാനം വിട്ടെന്ന്. കോടാനുകോടി ദൂതന്മാർ 24 മണിക്കൂറും ആരാധിക്കുന്നു. ആ ആരാധനയുടെ ഉച്ചയിൽ ഉമ്പരപ്പടിയുടെ ആലയത്തിന്റെ ഉമ്പരപ്പടി ഇളകുകയാ. ആ ആരാധന വിട്ടിട്ട് താഴെ വന്നു. എന്തിനാ? ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ നോക്കുന്നത് എന്തിനാണെന്നറിയാം, ആരെങ്കിലും നെഞ്ചത്തോട്ടൊന്ന് കരം വയ്ക്കുമോ? എനിക്ക് വേണ്ടി അവൻ താഴെ വന്നെന്ന്. അത് ദൈവത്തിൻ്റെ പദ്ധതി. അത് നമ്മൾ പല മതത്തിലായിരിക്കാം, പല ജാതിയിലായിരിക്കാം ജനിച്ചവരെ ഇങ്ങനെയുള്ള ദൈവമക്കൾ നടുവിക്കൊണ്ട് ഇരുത്തി, ഒന്ന് കത്തുവാണെങ്കിൽ കത്തിക്കോട്ടെന്ന്. കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടില്ലേ? പരുന്ത് വന്ന് ഇങ്ങനെ കോഴി എടുത്തുകൊണ്ട് പോയപ്പോൾ ഇന്ന് വരെ പറന്നിട്ടില്ലാത്ത, സ്തോത്രം, പറക്ക പഠിച്ചിട്ടില്ലാത്ത കോഴി എന്ത് ചെയ്യും? പറക്കുന്ന കാണുമ്പോൾ അതിശയിച്ചു പോകും. കുഞ്ഞിനോടുള്ള സ്നേഹമാണ്. സ്തോത്രം. ഇത് പറക്കുന്ന കാണുമ്പോൾ ഇത്ര വലിയ കരുകനാണെങ്കിലും പേടിച്ച് കുഞ്ഞിനെ അങ്ങിട്ടിട്ടു. സ്തോത്രം. അതിങ്ങനെ കൊച്ചിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഉടനെ അമ്മച്ചി ഇത് കണ്ട് ഓടി ചെന്നിട്ട് എന്ത് ചെയ്യും? ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഉടനെ ഡോക്ടറുടെ കയ്യിൽ ഒന്ന് കൊടുക്കുകയല്ല, അമ്മച്ചി എടുത്ത് ഓടിക്കൊണ്ടുവന്നിട്ട് ഈ കോഴിക്കുഞ്ഞിനെ ഇട്ടിട്ട് ഒരു സ്റ്റീൽ പാത്രം അതിൻ്റെ മുകളിലോട്ട് എടുത്ത് കമത്തിയിട്ട് ചെറിയ കമ്പ് കൊണ്ട് ഇങ്ങനെ കൊട്ടുന്ന ഉടനെ എന്തോ ചെയ്യും? ഇല്ലല്ലോ,
കണ്ടിട്ടില്ല? വീട്ടിൽ നിന്ന് പരിശോധിച്ചാൽ മതി. ഉടനെ ഈ ചത്ത് പോലെ ഇങ്ങനെ കിടക്കുന്ന ഈ കോഴി ഇതിനകത്ത് വലിയ മുഴക്കമോ, ഇത് അടച്ചു വെച്ചെങ്കിൽ വലിയ മുഴക്കം, ഇത് ജെറുക്കി ഇങ്ങനെ ജെറുക്കി എന്ന് പറഞ്ഞാൽ എന്ത് ചൈതന്യം ഉണ്ടാകുക. ചൈതന്യം ഉണ്ടായി കുറച്ച് കഴിഞ്ഞ് കൊട്ടിക്കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ഈ കോഴി കുഞ്ഞ് എണ്ണിച്ച് ഒരു ഓട്ടം ഓടും. അപ്പം നോക്കിയാൽ നിർജീവമായി കിടന്ന ചാകാറായ ശേഷിപ്പിനെ ശക്തിപ്പെടുത്തുന്നതാ ദൈവസഭ. ഇന്ന് രാത്രി ചാകാറായെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് കൊട്ടി നിന്നെ ചൈതന്യമാക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി നീ ദൈവത്തിന് നന്ദി പറയണോ? നീ ഒരു സാധാരണ വ്യക്തിയല്ലത്, നിന്നെ ദൈവം കണ്ടിട്ടുണ്ടത്. ഓ, ഇന്ന് രാത്രി പകൽക്കാലം, ഓ സ്വത്രം 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 സ്വത്രം, ആത്മാവിലൊന്ന് കത്തിക്ക്, ആത്മാവിലൊന്ന് എരിഞ്ഞു കയറ്. നീ സൈന്യത്തിന്റെ അധിപന്റെ മുമ്പിലുള്ളത്. ഓ സത്വരജാലമോ, എല്ലാ ബന്ധനങ്ങളെ വരിക്കുന്ന, എല്ലാ കെട്ടുകളും പൊട്ടുന്ന, സൗഖ്യം തരുന്നവൻ നമ്മുടെ നടുവിലുണ്ടത്. നാം എന്തിനു നിരാശപ്പെടണമെന്ന്? ഓ സതുരജാലവ റബന്ധുരരകല ബൗഡപരകക്ഷാര ദിഗലശൈലവ റബന്ധുരരാജവ. യേശുവിന്റെ നാമത്തിൽ കരമോർത്ത് ശക്തമായ ദൈവത്തെ തുതിച്ചേ. ഹല്ലേലൂയ. പൂർണ്ണ ശക്തിയോടെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. പൂർണ്ണ ശക്തിയോടെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഇത് കേൾക്കും പിന്നെ ഏറിയാലൊന്നും പിശാച് നിൽക്കത്തില്ല. വലിയ ആരോഗ്യമൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ നമുക്കൊരു സൈന്യാധിപനുണ്ട്. അല്ലെങ്കിൽ ആ ജയിച്ചവനെ നമ്മൾ ആരാധിക്കുന്നു. കർത്താവിൻ്റെ തിരുമേശയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26 മുതൽ സ്തോത്രം ഒരു 2-3 വാക്യം വായിച്ചേ. 26 മുതൽ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർമ്മ നിൽക്കാനാണ്. 26-ാം അധ്യായത്തിൻ്റെ 26 മുതൽ അത് ഹൃദയത്തിൽ വന്ന് കയറാൻ വേണ്ടിയാണ് പറയുന്നത്. അവർ ഭക്ഷിക്കുമ്പോൾ ഉറക്കെ വായിരേ. സ്തോത്രം. അങ്ങോട്ട് ശക്തമായി വായിരേ. യെസ്. മതി. കർത്താവ് ശുശ്രൂഷ അങ്ങോട്ട് തുടങ്ങുന്ന ഉടനെ കർത്തൃമേശയല്ല നടത്തുന്നേ. സ്വത്രം. അവൾ ആദ്യം തന്നെ അങ്ങോട്ട് ഇതല്ല, രക്ഷിക്കപ്പെട്ട് വരുന്ന ഉടനെ ഇതല്ല കൊടുക്കുന്നത്. 26-ന് 1 വായിരേ. ഉറക്കെ ശക്തമായിട്ട് വായിരേ. ഈ വചനങ്ങളൊക്കെയും അപ്പം പറഞ്ഞു തീർന്നു. ഈ വചനങ്ങളൊക്കെ ഇന്ന് തൊട്ടാ വന്ന ദിവസം തൊട്ട് ഇനിയും അടുത്തത് ക്രൂശിലേക്ക് കയറാൻ പോകുകയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ വചനങ്ങളൊക്കെ പറഞ്ഞു തീർന്ന ശേഷം, സ്വത്രം തീർന്ന ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നു എന്ന് പറഞ്ഞു. അന്ന് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യപുത്രനെ ക്രൂശിക്കുമെന്ന് ഞാൻ അറിയാതെ വരുന്നിട്ടല്ല. ഇത് ചുമ്മാ നടക്കുന്ന കാര്യമൊന്നുമല്ല. യഹൂദന്മാരെല്ലാം കൂടെ പിടിച്ചവനെ കൊന്നതല്ലെന്ന് അങ്ങനെ അറിയാതിരിക്കുന്നത്. യഹൂദന്മാരെല്ലാം കൂടി ഇവൻ ഏതാണ്ട് ചെയ്തു എന്ന് പറഞ്ഞ് കൊന്നതല്ലെന്ന് ഞാൻ എന്തിനു വന്നതാ? യഹൂദന്മാർക്ക് പോലും 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്വത്രം കൊല്ലുവാണെന്ന് അറിയത്തില്ല. പക്ഷേ യേശുവിനറിയാം, ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഞാൻ ക്രൂശിൽ പ്രാണനെ വിടുമെന്ന്. അവൻ എല്ലാം തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ച്, തിരുവെഴുത്തിൻ പ്രകാരമാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചത്. തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അവനല്ലാതെ മറ്റാരാണ് സത്യദൈവം? അപ്പൊ ഇവിടെ വചനമെല്ലാം പറഞ്ഞു തീർന്നു. താൻ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം തീർത്തിട്ടെ ഇനിയും ക്രൂശിലേക്ക് കയറാൻ പോകുക. ഈ ലോകത്തിൽ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്ന ഉടനെ, സമയമൊന്നുമില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഉടനെ ചുമ്മാതെ ഇങ്ങനെ കർത്തൃമേശ ഇങ്ങനെ മുറിച്ചിങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്താണെന്നൊന്ന് പറയണ്ടേ? ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ഡോക്ടർ തലേദിവസിയെ ആ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. എത്ര കിലോ വെയിറ്റ് ഉണ്ട്, എന്തെല്ലാം ഉണ്ട്, എന്തെങ്കിലും അലർജി ഉണ്ടോ, അതുണ്ടോ ഇതുണ്ട്, ഈ വെയിറ്റ് അനുസരിച്ച് അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര പ്രിപ്പറേഷൻ അല്ലേ? ഇല്ലേ? സ്തോത്രം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഊരാൻ കഴിയാത്തതാണെങ്കിൽ പൊതിഞ്ഞു കെട്ടി വയ്ക്കും, അതുകൊണ്ട് തിയേറ്ററിൽ കയറ്റാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു പാഠം, ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ മുമ്പിൽ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ നോക്കണം, ഈ ലോകത്തിൽ 2 രേഖയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിനകത്ത് ഏതിനകത്താണ് നീ എന്നാ നോക്കണം. നോക്കിയേ, ഒരപ്പന് ജനിക്കുന്ന മക്കളുടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. സ്തോത്രം. കായേൽ, ഹാബീൽ. കായേൽ ആരാണ്?
ദുഷ്ടന്റെ സന്തതി ഹാബേൽ, നീതിമാൻ വിശുദ്ധൻ. എന്തായിരിക്കും? ഇനിയും അബ്രഹാമിന് ജനിച്ച ഇസ്മായേൽ, ഇസാക്ക്, യാക്കോബിനെ ജനിപ്പിച്ച യേശാവ്, യാക്കോബ്. ഇതുപോലെ ഇപ്പം വായിച്ച അധ്യായത്തിലൊന്ന് കിടപ്പുണ്ട്. ചെമ്പരിയാടും കോലാടും ഒരു സഭയ്ക്കകത്തുള്ളതാ. ഒരപ്പൻ ഇച്ചിരി മുമ്പ് കേട്ടില്ലേ, ഒരപ്പന് 2 മക്കളുണ്ട്, ഇളയ മകനും മൂത്ത മകനും. മൂത്ത മകനും വെള്ളമൊന്നും അടിക്കുന്നില്ല, പിടിച്ചു പറിയൊന്നുമില്ല, അപ്പച്ചൻ്റെ കൂടെ തന്നെയാണ്, പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സഭയിലൊന്നും വരും, ഒരു മീറ്റിംഗ് പോലും മുടക്കത്തില്ല. പക്ഷേ ഇളയ മകൻ എന്ത് ചെയ്തു? അവൻ്റെ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം പോയി ഈ ലോകത്തിലെ എല്ലാം വഹിച്ചിട്ട് അവൻ അവിടെ നിന്ന് തോന്നി അവൻ തിരിച്ചിങ്ങി വന്നു. അതൊരു വരവാണ്, അതൊരു വരവാണ്. എന്നും അപ്പൻ്റെ കൂടെ നടന്നിട്ടും അപ്പനും പ്രയോജനമില്ല, നിനക്കും പ്രയോജനമില്ലാതെ, ചത്തേ ചണങ്ങിയെന്ന് പറഞ്ഞൊരു വിശുദ്ധ ജീവിതവുമില്ലാതെ, ആത്മീയ ആരാധനയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, വചനധ്യാനമില്ലാതെ നീ അപ്പൻ്റെ കൂടാണെന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നീ മടങ്ങി വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോട് മടങ്ങി വരുന്നതാ നല്ലത്. അപ്പനെ ഈ ഇളയ മൂത്തമാനോടുകൂടെ സന്തോഷിച്ചു തുടങ്ങിയെന്നല്ല, ഇളയ മകൻ്റെ കൂടെ മടങ്ങി വന്ന മകൻ്റെ കൂടെ എന്ത് ചെയ്തു? സന്തോഷിച്ച് തുടങ്ങിയെന്ന്. നിർത്തിയിട്ടില്ല ഇതുവരെ. അപ്പം സ്തോത്രം, ചെമ്പരിയാടും സ്തോത്രം അതിനകത്തല്ലേ ചെയ്തിരിക്കുന്നേ? ഇല്ലയോ അതിനകത്തെ? സ്തോത്രം, ഹല്ലേലൂയ. വായി 25-ന്റെ 31 വായിച്ചൊന്ന്, 25-ന് 31 പെട്ടെന്ന് വായി. തന്റെ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോട് സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ, അപ്പം അവിടെ നിൽക്കേ, സമയമില്ലല്ലോ, അയ്യോ പോകുന്നല്ലോ. ഇവിടെ ഇരിക്കുന്ന നമ്മളെ കൈക്കൊള്ളാൻ, നമ്മളെ ചേർക്കാൻ ദൈവം ഒരു വരവ് വരുന്നുണ്ട്. ചുമ്മാതൊന്നുമല്ല വരുന്നതെന്ന്. ഇപ്പം ഇവിടുത്തെ ഇന്ത്യൻ പ്രസിഡന്റ് വന്ന റെഡ് കാർപ്പറ്റ് വിരിച്ച് ഇവിടുത്തെ മിക്കവാറും ഇവിടുത്തെ ഷെയ്ക്കാ പോയി സ്വീകരിക്കുന്നത്. ഇത് അതിനേക്കാൾ വലിയൊരു എഴുന്നള്ളത്താണെന്ന്. എന്തിനാണ്? നമ്മളായ ബലഹീനരായ നമ്മളെ ചേർക്കാൻ, നമ്മളെന്ന് പറയുന്ന ഒരുത്തനെ ചേർക്കാൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി നമ്മെ ചേർക്കാൻ വരികയാണ്. ആ പദവി ഒന്ന് ഓർത്തേ. നമ്മൾ ഈ ലോകത്തിൽ നിന്നെ ചവിട്ടി തുപ്പിയിട്ടിരിക്കുകയാണെങ്കിലും ദൈവത്തിന് നീ മാന്യയാണെന്ന്, ദൈവത്തിന് നീ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഇന്ന് പകൽക്കാലം പറ. ചുമ്മാതാണ് ഈ തുള്ളി ചാടുന്നേ. 60 വയസ്സ് കഴിഞ്ഞേ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് ഇരിക്കണം തോന്നിയാ ഇരിക്കുമോ? ഇപ്പോഴും തറയിലിരിക്കുന്നേ. സ്തോത്രം. ഇന്നലെ 4 മണിക്കൂറാ തറയിരുന്ന് ആരാധിച്ചു. എന്നിട്ടും വന്ന ദൈവമക്കളോട് ചോദിക്കണം, ഇന്ന് വരാത്തവരൊക്കെ ചോദിക്കണം. പല സാഹചര്യമായിരിക്കും വരാത്ത, സാരമില്ല. പക്ഷേ വീണ്ടും ഒന്നുകൂടെ വെക്കുന്നുള്ളൂ അടുത്ത് തന്നെ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഈ പെരുമ്പാമ്പിനെ പിടിച്ച് അറുത്ത് നെയ്യെടുത്താൽ അടുത്ത വർഷം അതേ സമയത്ത് അവിടെ വന്ന് കിടക്കുമെന്നാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രുചിച്ചറിയുന്നവൻ വിട്ടുകളയത്തില്ല. ഈ ആത്മാവിലൊക്കെ ആരാധിക്കുന്നവനെ സ്തോത്രം, ഹല്ലേലൂയ, വിട്ടുകളയത്തില്ല. അവൻ പറയുന്നത് പോരാ. സ്തോത്രം. ഇറങ്ങിയപ്പം പലരും പറഞ്ഞു നമുക്കിത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താലെന്നാണ് ചോദിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, മനുഷ്യപുത്രൻ നിങ്ങളത് ഹൃദയത്തിലൊന്ന് കുറിച്ചേ. ഞാനെന്ന് പറയുന്ന ബലഹീനന്റെ ഈ വിശ്വാസി വന്നപ്പോൾ വീട്ടുകാർ തെറി പറഞ്ഞു, അമ്മാച്ചൻ ചീത്ത വിളിച്ചു, മാവി ചീത്ത വിളിച്ചു, വീട്ടിൽ കേട്ട സാക്ഷ്യം പോലെ ഇറക്കി വിട്ടു. പക്ഷേ നീ എന്ന് പറയുന്ന വ്യക്തിയെ ചേർക്കാൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമെന്ന്. ഹല്ലേലൂയ. അവൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. നമ്മളെ അങ്ങോട്ട് ചേർത്തോണ്ട് പോയി വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന്. ഈ ഫിലദൽഫിയ ഈ സഭയെ ചേർത്ത് അവിടെ കൊണ്ടുചെല്ലും. ഒരെണ്ണത്തെ പോലും കൈവിടത്തില്ല, എല്ലാവരെയും കൂടെ കൊണ്ടുചെല്ലും. ഒന്നിച്ചില്ല, അതിപ്പോൾ വിവരിക്കാൻ സമയമില്ല. എന്നിട്ട് വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കും. അടുത്ത വാക്യം, സകല ജാതിയെ ആകെ കൂടി ഒരു മതത്തെയും എല്ലാ മതത്തെയും ബഹുമാനിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, ഒരേ ഒരു നാട് ഇന്ത്യയാണ്. പക്ഷേ ആപ്ലിക്കേഷൻ തിരിക്കുമ്പോൾ നീ ഏത് ജാതിയാണെന്ന് ചോദിക്കും. ജാതി പറയില്ലെന്നാണ് പറയുന്നത്, പക്ഷേ ഏത് ജാതിയാണെന്ന് ചോദിക്കും. ഇവിടെ എഴുതി സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ ഇന്ന് നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ഇവനെ ആരാധിച്ചാലും അവൻ്റെ മുമ്പിൽ എത്ര വലിയവനും കൊമ്പനും, അത് ബില്ലാതനാണെങ്കിലും അത് ഏത് വ്യക്തിയാണെങ്കിലും വന്നേ മതിയാകുമെന്ന്. സകല ജാതിയെയും അവന്റെ മുമ്പിൽ കൂട്ടുമെന്ന്. അവൻ ആരെ? ഈ സൈന്യത്തിന്റെ അധിപതി, നമ്മുടെ കർത്താവ്. അവൻ അവരെ
ആ ഇടയൻ ചെമ്പടി ആടുകളെയും ആ ആ അപ്പം ഇതിനെ വേർതിരിക്കും. രണ്ടും എന്താണ്? ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ആടാ, രണ്ടും വെള്ള ഉടുപ്പിട്ടിട്ടുണ്ട്, വെള്ള ഡ്രസ്സുമുണ്ട്, എല്ലാം ഉണ്ട്. പറയുന്നതുകൊണ്ട് പ്രയാസം തോന്നരുത്. എല്ലാം കണ്ടാലെല്ലാം ആടിൻ്റെ വർഗത്തില്ല, പക്ഷേ ഈ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സ്തോത്രം. എന്താ വ്യത്യാസം? എന്താ? ഹല്ലേലൂയ, സ്തോത്രം. ഇതിനകത്ത് നമ്മൾ ഏതാണെന്നുള്ളതാ വിഷയം. ചെമ്പരിയാണോ കോലാടാണോ? അതിൻ്റെ വ്യത്യാസം പോലും ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. സ്തോത്രം. ആടാന്ന് പറഞ്ഞ് നടക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളത് ടി വി ഒക്കെ തുറന്നു നോക്കണം, ചില ആട് മത്തിയൊക്കെ തിന്നുന്ന കാണാം. സ്തോത്രം. പക്ഷെ ചെമ്പരിയാട് തിന്നത്തില്ല. സ്തോത്രം. അതിനൊരു ഒരു പ്രത്യേക ജീവിത ശൈലിയുണ്ട്. സ്തോത്രം. ചെമ്പരിയാട് കോലാടുമായി വേർതിരിക്കും. അടുത്ത വാക്കോട് വായിച്ചാലും മനസ്സിലാകത്തുള്ളൂ. വലത്തും ചെമ്പരിയാടിനെ വലത്തും കോലാടിനെ ഇടത്തും നിർത്തും. സ്തോത്രം. ചിന്തിച്ചോണം, നമ്മളെ ഇവിടെ നിർത്തുവാന്ന്. നമ്മൾ ചെമ്പരിയാടാണോ കോലാടാണോ? വേറെ ഒരു വ്യത്യാസവുമില്ല. സ്തോത്രം. ഇതിൻ്റെ ജീവിത ശൈലിയാണ്. ഈ കോലാട് കണ്ണി കണ്ടതെല്ലാം കടിച്ചു പറിച്ചു തന്നെ. അത് മത്തിയാണെന്നില്ല, അത് സ്തോത്രം എന്തും പനം തുണിയൊന്നുമില്ല, എന്തുമായാലും. ചില മീനിങ്ങനെ കണ്ടത്തില്ലേ നമ്മൾ? സ്തോത്രം. ഇങ്ങനെ കാർക്കിച്ച് വെള്ളത്തിലോട്ട് തുപ്പുമ്പം വന്ന് താഴേന്ന് വന്ന് ഞൊട്ടി അടിച്ചുകൊണ്ട് പോകുന്ന പോലെ കാണത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ചില ആട് എന്തെങ്കിലും കൈ കിട്ടിയാൽ എല്ലാം വെട്ടിയടിക്കും. അതും വെള്ളത്തിൽ വളരുന്ന മീനല്ലേ. പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നാൽ ചെമ്പരിയാട് പറയുന്നു, സ്തോത്രം, ഞാൻ എൻ്റെ യജമാനൻ, എൻ്റെ ശരീരം, എൻ്റെ രോമം യജമാനനുള്ളതാ, എൻ്റെ ശരീരം യജമാനനുള്ളതാ, ഞാൻ മുഴുവനും യജമാനനുള്ളതാ. അതുകൊണ്ട് അങ്ങനെയുള്ള ചെമ്പരിയാടിനെ വലത്തും കോലാടിനെ ഇടത്തും നിർത്തുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയോ, ഒന്ന് ചിന്തിച്ചേ, ഞാൻ ചെമ്പരിയാടാണോ കോലാടാണോ? എന്നിട്ട് ചെമ്പരിയാടിനോട് പറയുന്നു, വലത്തുള്ളവരോട് എൻ്റെ പിതാവിനാൽ വൈരേ, എൻ്റെ പിതാവിനാൽ. രാജാവ് തന്റെ വലത്തുള്ള ചെമ്പരിയാടുകളോട് അല്ലിച്ചു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിനു മുതൽ അടുത്തതോട് നീ കോലാടിന്റെ തീർന്നില്ല. ഒരു സഭയിലിരുന്ന് ആരാധിച്ചതാ കോലാട്. വൈരേ. അടുത്ത വാക്യം കോലാടിന്റെ കൂടെ വായിച്ചാൽ മതി. ഇടത്തുള്ളവരോടോ വൈരേ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ട ഒരു സഭയിലുണ്ടായിരുന്ന വചനം കേട്ടു, ദൈവപ്രമാണം അനുസരിച്ചില്ല, ഒരു വിശുദ്ധ ജീവിതം നയിച്ചില്ല, വല്ലപ്പോഴുമൊക്കെ ദൈവസമയമായി ബന്ധപ്പെടും, ഒന്നിനും സമയമില്ല, ലോകമനുഷ്യന്റെ കൂടുണ്ട്, ദൈവമക്കളുടെ കൂടുണ്ട്, ജീവിതത്തെ ഒരു പ്രമാണമില്ല, ഒരു വിശുദ്ധിയില്ല. ഇത്രയേ ഉള്ളൂ പ്രശ്നം. എന്നാൽ വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ വെള്ളം അടിക്കുന്നില്ല. പിന്നെ ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും ഒക്കെ എഴുതിയത്, അഥവാ വലിച്ചാലും ആരും കാണാതെ വലിക്കത്തുള്ളൂ. സഭയിൽ വരുമ്പോഴെല്ലാം ആടാ. ഹല്ലേലൂയ. ഉള്ളതൊക്കെ പറയണ്ടേന്ന്, അതുകൊണ്ടാ. ഹല്ലേലൂയ. സ്തോത്രം. ഇടത്തുള്ളവരോട് വൈരേ, ശപിക്കപ്പെട്ട. സഭയിൽ ആരാധിച്ചാലും അവരെ വിളിച്ച വിളിയെന്തോ? കേട്ട ദൈവവചനം കേട്ടവരാ. ഹിന്ദു കുടുംബത്തിലായിരിക്കും, മുസ്ലിം കുടുംബത്തിലായിരിക്കും, ഏതെങ്കിലും സമുദായ കുടുംബത്തിലായിരിക്കും ജനിച്ചു വളർന്നതാ. സഭയെ കൊണ്ടുവച്ച് ദൈവം കേൾപ്പിച്ചു. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതായിരിക്കും, ആ വിശുദ്ധി നിൽക്കാൻ കഴിഞ്ഞില്ല. സ്നാനപ്പെട്ടതായിരിക്കും, ആ വിശുദ്ധി നിൽക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇപ്പം ആരും അറിയത്തില്ല. നിനക്ക് ഒരു രോഗവും വരുമെന്ന് വിചാരിക്കണ്ട, ഒരു പ്രശ്നവും വരത്തില്ല. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നിന്നെ, നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഒരു 9ാം ക്ലാസ് പാസ്സായ ഒരു കൊച്ചിനെ അവനെ ഇനിയും പൊന്നുകൊണ്ട് പുളിശ്ശേരി അല്ല എന്തുണ്ടാക്കി കൊടുത്താൽ അവനോട് പറയും, 9ാം ക്ലാസ് പാസ്സായവനോട് പറയുക നീ 7ാം ക്ലാസ്സിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ഇരിക്കുമോ? അപ്പോൾ ദൈവം നിന്നെ കൈപിടിച്ചു ദൈവപ്രമാണത്തിലേക്ക്, ആ സ്നാനത്തിലേക്ക്, ആ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നീ വീണ്ടും നിന്നെ പുറകോട്ട് പോകുന്നേ. ദൈവമല്ല നിന്നെ നടത്തുന്നേ. ദൈവം അനേകർക്ക് അത് കഴിയാതിരിക്കുമ്പോൾ ദൈവം നിന്റെ ഉള്ളിൽ അവസരം തന്ന് നിന്നെ ഉണർത്തി നിന്നെ അതിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഒരുത്തനും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലോകം മുഴുവനും നിന്നെ വെറുത്താലും പറയണം, ഇത് ദൈവകൽപ്പന അനുസരിച്ച് ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്നേ. ഹല്ലേലൂയ. ഞാൻ വാക്കോടെ നിർത്തുകയാണ്. സ്തോത്രം. നോക്കിയോ, ശപിക്കപ്പെട്ടവരെ അതോടെ വായിച്ചങ്ങ് നിർത്തേ.
അയ്യോ, സഭയിൽ ആരാധിച്ചവനാ എന്നെ വിട്ട് പിശാചിനും. വല്ലപ്പോഴും ഒക്കെ പിശാചിനെ ചീത്ത വിളിച്ചതാ. അപ്പം അവിടെ ചെന്നാൽ പോലും പിശാചി ചോദിക്കും, നീ സഭയിലിരുന്ന് എന്നെ ചീത്ത വിളിച്ചല്ലേ, ഇപ്പം ഞാൻ 2 ഔട്ടൂടെ തരാമെന്ന് പറയും. സ്വത്രം, നീ സഭയിലിരുന്നപ്പോൾ നീ എന്നെ ചീത്ത വിളിച്ചല്ലേ. പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. കണ്ടോ? ഇനി അതിൻ്റെ 25ന്റെ അവസാന വാക്യം വായിച്ചേ. 46. അവർ നിത്യദണ്ഡനങ്ങളിലേക്ക്, ഇവർ നിത്യദണ്ഡനിലേക്കും. കണ്ടോ? 2 പേര് കൃത്യം കണ്ടോ? അപ്പം ഇന്നിച്ചിരി നിന്ന സഹിച്ച്, പരിഹാസം സഹിച്ച്, ഇച്ചിരി ബുദ്ധിമുട്ട് സഹിച്ച്, രാത്രിയാണെങ്കിലും വേണ്ടിയില്ല, ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചുമൊക്കെ സ്തോത്രം പറഞ്ഞുമൊക്കെ പോകുന്നവർ എന്ത് ചെയ്യുമെന്നേ? നീതിമാന്മാർ നിത്യജീവനിലേക്ക്. ആരോടുകൂടെ? കർത്താവിനോടുകൂടെ. എന്നാൽ മറ്റവരോ നിത്യദണ്ഡനത്തിലേക്ക് പോകുമെന്ന്. ഞാൻ എൻ്റെ വാക്കിവിടെ നിർത്തുകയാണ്. ഒത്തിരി കാര്യത്തോടെ പറയുവാനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ വാക്യം തന്നെ ഇത് തന്നെ പറയുന്നത്. സ്തോത്രം, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 1-ാം അധ്യായം മുതൽ വായിച്ചാൽ മതി. ഞാനതെല്ലാം വിടുകയാണ്. സ്തോത്രം, നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ. സ്തോത്രം, അതിൻ്റെ 24, 25 ഈ സ്തോത്രം ഈ അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നു, ആകാശവും ഭൂമിയും ഒലിഞ്ഞു പോകും. സ്തോത്രം, ഇല്ലേ? ആകാശവും ഭൂമി ഒലിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾക്ക്, സ്തോത്രം, 24:35 അല്ലേ? ഓക്കെ. സ്തോത്രം, ആകാശവും ഭൂമി ഒലിഞ്ഞു പോയാലും അതിൻ്റെ അർത്ഥം എന്താ? ഈ കാണുന്ന ആകാശവും ഭൂമിയും നിന്റെ മുമ്പിൽ നിന്ന് പോറിപ്പോയാലും നിന്നോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തല ഉയർത്തുമെന്ന് മാനിക്കുമെന്ന് പറഞ്ഞാൽ, ഈ ആകാശം ഒഴിഞ്ഞു പോയാലും നിന്നോട് പറഞ്ഞ വാഗ്ദത്തം എന്ത് ചെയ്യത്തില്ല? മറക്കത്തില്ല. അത് നിവർത്തിച്ചു തരുന്ന ഒരു ദൈവം. തമാശ എന്ന് പറഞ്ഞാൽ ചുമ്മാതിങ്ങനെ ഓളമനുസരിച്ച് പറഞ്ഞു പോയതൊന്നുമല്ല, ഇതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ഇതിൽ ആഴമേറി നമ്മൾ വിശ്വസിക്കണം. ഞാൻ എൻ്റെ വാക്കിവിടെ നിർത്തുകയാണ്. ഒത്തിരി കാര്യങ്ങളോട് പറയാനുണ്ടെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ തിരുമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന് ജനനമോർക്കണം. ഏതോ വരിയിൽ ജനിച്ചു, പശുത്തൊഴുത്തിൽ, അവന് വലിയമ്പലത്തിൽ ഇടം കിട്ടിയില്ല, പശുത്തൊഴുത്തിൽ കിടത്തി. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവനൊരു വീടില്ല. ഹല്ലേലൂയ. അവൻ്റെ വീടിൻ്റെ സ്ഥിതി എന്താ? ഒരു പ്രാവും കുഞ്ഞിനെ കൊടുക്കാൻ പോലും അവസ്ഥയില്ലാത്ത അത്രമാത്രം താണ ഒരു വീട്ടുമായിട്ടാണ് അവൻ്റെ ജന്മം ബന്ധപ്പെടുത്തിയത് ദൈവം. ആരാണ്? കോടാനുകൂടി ഈ പ്രപഞ്ചം മുഴുവനെ സൃഷ്ടിച്ചവൻ, ഈ ഗാലക്സി മുഴുവനെ സൃഷ്ടിച്ചവൻ, സർവത്തിൻ്റെ ഉടയവൻ. ഇതുപോലെ എത്ര ലോകമുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇതുപോലെ എത്ര എണ്ണമുണ്ടെന്ന് നമുക്കറിയത്തില്ല. ആ വലിയവനായ ദൈവം ഹല്ലേലൂയ അപ്രകാരമായി തീർന്നെന്ന്. കരം കൊടുക്കാൻ അവൻ്റെ കയ്യിലൊന്നുമില്ലെന്ന്. സ്തോത്രം, അവനെ ഒന്ന് കയറിപ്പോകാൻ ഒരു കരുത സ്വന്തമായിട്ടില്ലെന്ന്. ഹല്ലേലൂയ. തലചായ്ക്കാൻ അവൻ ഇടമില്ലാതെ പോയി. അവൻ സ്വന്തം തോളിൽ തലചായ്ച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവനെന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കല്ലറയവന് സ്വന്തമായിട്ടില്ലായിരുന്നു. ഒരു കല്ലറയവൻ മറ്റൊരുത്തിനോട് വാങ്ങിച്ചു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ഇനിയും ആദ്യം ലോകം മുഴുവനെ ആരാധിക്കുന്നവനാണെങ്കിൽ വീണ്ടും ഇനിയും എല്ലാവരും അവനെ തന്നെ ആരാധിക്കും. അവിടെയാണ് എൻ്റെ വ്യത്യാസം. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ദൈവവേദിയിലെ ഞാൻ എൻ്റെ വാക്കോടെ നിർത്തട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇവിടെ നിർത്തട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും മരണമില്ലാത്തവൻ നിനക്ക് വേണ്ടി മരിക്കാൻ ഒരു ശരീരമെടുത്തു. ആ ശരീരം തകർക്കപ്പെട്ടതാണ് ഇവിടെ കാണിക്കുന്ന ഈ അപ്പം. അവൻ രക്തമില്ലാത്തവൻ, ജീവൻ അടങ്ങിയിരിക്കുന്ന രക്തത്തിൽ ആ ജീവൻ നിനക്ക് തരികയാണ്. നിത്യജീവൻ നിനക്ക് തരികയാണ്. അവസാന ജീവൻ വരെ. അവസാനം ഒരു പടയാളി ഒരു കുന്തമെടുത്ത് കുത്തിയപ്പോൾ രക്തം വന്നു, പിന്നെ വരാനില്ല, വെള്ളം വന്നെന്ന്. അതുവരെ നിനക്ക് ഊറ്റി തന്നു. അവൻ്റെ ജീവൻ, നിത്യജീവൻ നിനക്ക് തന്നെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. 1-2 വാക്യം പെട്ടെന്ന് വായിച്ച് കർത്താവിൻ്റെ തിരുമേശയിലേക്ക് നമുക്കടുത്ത് വരാം. അതുകൊണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വേണ്ടി കരമൊന്ന് നെഞ്ചത്ത് ചേർത്ത് വെച്ചിട്ട് പറയാം, എനിക്ക് വേണ്ടിയാണ്. ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി സ്വർഗത്തിലിരുന്നവൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചത് എനിക്ക് വേണ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ഞാൻ വെറുതെ ജൽപ്പനം ചെയ്യുകയല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുന്നു, എനിക്ക് വേണ്ടി.
അതുകൊണ്ട് ഒരാള് സ്തോത്രം പെട്ടെന്ന് വായിരം യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ, 27-ാം വാക്യം വായിരേ, 27-ാം വാക്യം പെട്ടെന്ന് വായിരേ. അതല്ല, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക്. അവ നശിച്ച് ഈ ലോകത്തിലെ ആഹാരം ഇതിൽ നശിച്ചു പോകുന്നത് നിത്യജീവനിലേക്കുള്ള ആഹാരത്തിനായി തന്നെ പ്രവർത്തിപ്പീൻ, മനുഷ്യപുത്രൻ അത് തരും. 51-ാമത്തെ വാക്യം പെട്ടെന്ന് വായിരേ. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാകുന്നു യേശുക്രിസ്തു പറഞ്ഞു. ഇത് പറഞ്ഞ ഏത് ദൈവങ്ങളുണ്ട്, ഏത് മതത്തിലുണ്ട്? സ്വർഗത്തിൽ നിറങ്ങിയ തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കുമെന്ന്. 54 എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്തവന്റെ ഉള്ളിൽ നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. 57 ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്ന പോലെ നിങ്ങൾ എന്നെ തിന്നുന്നു, എൻ മൂലം ജീവിക്കും. 64-ാമത്തെ വാക്കൂടെ വായിരേ. 64-ാമത്തെ വാക്യം. 63-ാമത്തെ വാക്യമാണോ? 63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. വചനം സമയമില്ല. വചനം. അപ്പം ആത്മാവിനെ പ്രാപിക്കുക എന്ത് ചെയ്താൽ മതി? വചനം ആത്മാവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ എന്നെങ്ങനെ അറിയാം? എങ്ങനെ അറിയുന്നേ? പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ എന്നെങ്ങനെ അറിയുന്നേ? സഭയിൽ വന്ന് കൈയടിക്കുമ്പോൾ അല്ലേ? അല്ല, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഒരു ദിവസം വചനം ധ്യാനിച്ചില്ലെങ്കിൽ, ആരെങ്കിലും നിന്റെ ഉള്ളിലിരുന്ന് കുത്തുന്നുണ്ടെങ്കിൽ അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. എന്ത് വന്നാലും പിശാച് നിന്നെ പ്രേരിപ്പിക്കത്തില്ലല്ലോ വചനം വായിക്കാൻ, പിശാച് പ്രേരിപ്പിക്കത്തില്ലല്ലോ പ്രാർത്ഥിക്കാൻ. അപ്പം നിന്നെ ഉദ്യമിപ്പിക്കുന്നതും ഒന്ന് കരയാൻ സഹായിക്കുന്നതും പരിശുദ്ധാത്മാവല്ലേ? അങ്ങനെ നിനക്ക് സഭയിൽ വന്ന് വരാഞ്ഞിട്ടും നിനക്ക് കുറ്റബോധമില്ലെങ്കിൽ, വചനം ധ്യാനിക്കാതിരുന്നിട്ട് കുറ്റബോധമില്ലെങ്കിൽ, പ്രാർത്ഥിക്കാതിരുന്നിട്ട് കുറ്റബോധമില്ലെങ്കിൽ, നിന്റെ ഉള്ള് പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് വെറുതെ നീ സഭയിൽ വന്നിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവേ സ്തോത്രം. ഹല്ലേലൂയ. വചനം എന്താകുന്നു? ആത്മാവാകുന്നു, ജീവനുമാകുന്നു. ഹല്ലേലൂയ. ഈ തിരുമേശ നമ്മുടെ മുമ്പിൽ ഒരുക്കപ്പെടുമ്പോൾ ഇത് നമ്മളോട് പറയുന്നു. എന്താണ് പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ആത്മാവാകുന്നു. അവൻ എന്തില്ല? ജഡമില്ല. എനിക്ക് വേണ്ടി മരിക്കാൻ, എൻ്റെ ശിക്ഷയേൽക്കാൻ, എൻ്റെ ശാപമേൽക്കാൻ അവൻ ജഡം ധരിച്ച് ഭൂമിയിൽ വന്നു. അതാ ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ഏത് ആത്മാവും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അപ്പൊ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ജഡത്തിൽ വന്നു. അവൻ്റെ ശരീരം എനിക്കായി തകർക്കപ്പെട്ടു, അവൻ്റെ രക്തം എനിക്കായി ചിന്തി. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ അവനെ വിശ്വസിച്ച് സ്നാനമേറ്റ് ഞാനിത് കൈക്കൊള്ളും.